ഹലോ ഗായ്സ്, എല്ലാവർക്കും അച്ഛൻ ടി വി ആർ വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പൂരത്തിന് പോവാണ് കേട്ടോ. നമ്മുടെ അവിടുത്തെ അമ്പലത്തിൽ പൂരാണ് കേട്ടോ. അപ്പം ഞങ്ങൾ കുട്ടികൾ മാത്രമായിട്ടാണ് പോണത്. ഞാൻ കുട്ടിയില്ല, മുതുക്കി പിന്നെ കുറേ കുട്ടികൾ വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ നമുക്ക് ഉണ്ണിക്കുട്ടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പൂരത്തിന് വിരുന്ന് വന്നതാട്ടോ. അവനെ കാണിച്ചു തരാട്ടാ. ഉണ്ണിക്കുട്ടിയുടെ കാശൊക്കെ ഉണ്ട് കേട്ടോ. കാശ് ചേർത്തറാ. ഉണ്ണിക്കുട്ടിയുടെ ഭാഗ്യമായിട്ട് ഇന്നത്തെ ചിലവ് മുഴുവൻ. ഞങ്ങൾക്ക് ഉണ്ണിക്കുട്ടി ഐസ്ക്രീമൊക്കെ മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും പൂരപ്പറമ്പിൽ വെച്ചിട്ട് കാണാട്ടാ ഗായ്സ്. അപ്പം ഞങ്ങൾ പോയോണ്ടിരിക്കട്ടെ. ഞങ്ങൾ സെയിം മാച്ച് ഉണ്ണിക്കുട്ടി ഉണ്ട് കേട്ടാ. ഉണ്ണിക്കുട്ടി ഫസ്റ്റ് തന്നെ പുറപ്പെട്ടിട്ടുണ്ട്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഓൾവേസ് ലേറ്റ് ആണല്ലോ എല്ലായിടത്തും. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടാണ്. അപ്പം നമ്മൾ ചരക്കിൽ കാളിദാസം എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആനയുടെ പേര്. അവിടെ നിന്ന് ആണ് പൂരം പുറപ്പെടുന്നത്. അവിടെ നിന്ന് പുറപ്പെട്ടിട്ട് ഞങ്ങളുടെ അമ്പലത്തിൻ്റെ അവിടെ പൂരം പറയൊക്കെ എടുത്തിട്ടാട്ടോ പോവുക. അപ്പോൾ ഞങ്ങളുടെ അവിടെ നിന്ന് പറയൊക്കെ എടുത്തിട്ട് പൂരം പോയിട്ടാണ്. ഇനി പതിയാർക്കുളങ്ങര എന്ന് പറഞ്ഞാൽ അമ്പലത്തിലാട്ടോ പൂരം നടക്കണേ. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകേണ്ട അവസ്ഥയുണ്ട്. ഞങ്ങളിപ്പോൾ നടന്നിട്ട് പോകണം കേട്ടോ. നമ്മൾ പോണ വഴിക്കൊക്കെ പാടങ്ങളിലാണ് കേട്ടോ. അപ്പോൾ പാടങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അവർ രണ്ടാളും ബാക്കിൽ നടന്ന് വേണ്ടിയിട്ടോ. എൻ്റെ പെണ്ണെന്നെ ചതിച്ച് കാശുകാരൻ ജീവിച്ചു. ഊരൊക്കെ പോയി. നമ്മളിനി നടക്കണം. കണ്ട പാടത്ത് നെല്ലൊക്കെ വിളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എത്തണ വരെ പാടാണ് കേട്ടോ ഗായ്സ്. ഇവിടെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട് കേട്ടോ. ഉണ്ണിക്കുട്ടി ആനപ്പിണ്ടത്തിൽ കാണാണ്ട് ചവിട്ടിയ മുടി വളരുന്നോണ്ട് ആനപ്പിണ്ടത്തിൽ കാണാണ്ട് ചവിട്ടാൻ പോകണ്ട. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങുന്ന സ്ഥലത്ത് എത്തിയിട്ടാ. ഇവിടെ നാദസ്വരമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വായിക്കണ പാട്ട് ഏതാണെന്ന് നിങ്ങൾ ഗസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ ചേട്ടന്മാർ നമ്മുടെ നാട്ടിലെ പിള്ളേരൊക്കെ തന്നെയാണ് കേട്ടോ കാവടി ആടുന്നത്. അപ്പോൾ അവർ ചിന്ത് കാവടിയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത്. ഗായ്സ്, ബദ്രിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. മുതലേക്ക് നമ്മൾ പാടത്തെ കൂടെ ആട്ടാ ഗായ്സ് പൂരം കാണാൻ പോണത്. ഇവിടെ നിറച്ച് പാടാണ് കേട്ടോ. നീ ഇപ്പം തന്നെ വീണിരുന്നു. എല്ലാവരും ഉണ്ട്. അവരൊക്കെ മുന്നേ പോകുന്നുണ്ട് കേട്ടോ. ബദ്രി ഈ പുല്ലി കൂടിയായിട്ട് നമ്മൾ പോണത്. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ വെള്ളത്തിക്കെത്തും. അവിടെ കണ്ട താറാവും കുട്ടികൾ കാണാണ്ടോന്നറിയില്ല. അവിടെ ഒരു നീല ടാർപ്പായ പോലെ കണ്ടില്ലേ, അവിടെ നിറച്ച് താറാവും കുട്ടികളാണ് കേട്ടോ. കുഞ്ഞ് താറാവും കുട്ടികളാണ് കേട്ടോ. അവയൊക്കെ വിരിഞ്ഞിറങ്ങിയിട്ടുള്ളൂ. അത്രയും കുഞ്ഞ് താറാവും കുട്ടികളാണ്. കാണാറ് പറ്റുണ്ടോന്നറിയില്ല. കാണാൻ പറ്റില്ലെന്ന് തോന്നുന്നു. അതൊക്കെ താറാവും കുട്ടികളാണ് കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറേ കാഴ്ചകളുണ്ട് കേട്ടോ നമ്മൾ പൂരപ്പറമ്പിക്ക് പോകണടുത്ത്. ഇവിടെയൊക്കെ വെള്ളമാണ് കേട്ടോ. അതൊക്കെ വെള്ളമാണ്. കേട്ടോ ഇവിടെ നിറച്ച് താറാവ് കുഞ്ഞുങ്ങളാണ് കേട്ടോ.
ഇപ്പൊ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള താറാവ് കുഞ്ഞുങ്ങളാണ് കേട്ടോ. കുറേ ഉണ്ട്. താറാവ് കുഞ്ഞുങ്ങളാട്ടോ. ഇതൊക്കെ നമ്മൾ പൂരത്തിന് പോണ സ്ഥലത്തുള്ള കാഴ്ചകളാണ് കേട്ടോ. ഭയങ്കര ഗ്രാമഭംഗിയാണ് ഇവിടെ. ഇതേപോലെ പാടങ്ങളാണ് കേട്ടോ. പാടങ്ങളുടെ അടുത്തായിട്ട് ഓരോ ഗ്രാമങ്ങളുള്ളത്. അപ്പോൾ കണ്ട ഇതുകൂടെ വേറെ സ്ഥലത്തേക്ക് വേറെ ഗ്രാമത്തേക്ക് കിടക്കാനുള്ള പാലൊക്കെ ഉണ്ടത്. പാടത്തിൻ്റെ കനാലിൻ്റെ അടുത്തായിട്ട് നമ്മുടെ അമ്പലം വരുന്നത്. നമ്മുടെ അമ്പലത്തിൻ്റെ അവിടെ എത്തിയിട്ടാണ്. അമ്പലം പൂരപ്പറമ്പിലെത്തിയപ്പോൾ പഞ്ചാബി ഹൗസിൽ ദിലീപ് പോണ പോലെ ഉണ്ണിക്കുട്ടിക്ക് കളിപ്പാട്ടക്കടയുടെ ഇടയ്ക്ക് ഒരു ചരിവ് വന്നിട്ടാ. അവൻ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടാ. അപ്പം ഞങ്ങൾ പോണ നേരത്ത് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിച്ച് കൊണ്ടുപോകാനിട്ടാ. ഞങ്ങൾ ചെല്ലുമ്പോൾ പൂരം എഴുന്നള്ളിച്ച് തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരാന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ആനയൊക്കെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇഷ്ടമായത് കാണാനില്ല. ഇതാണ് കേട്ടോ നമ്മുടെ പൂരം നടക്കുന്ന അമ്പലം എന്ന് പറയണത്. പതിയാർകുളങ്ങര എന്നാണ് ഈ അമ്പലത്തിൻ്റെ പേര്. ഇത് ദേവിയുടെ അമ്പലമാണ് കേട്ടോ. ഞങ്ങളുടെ അടുത്ത് നടക്കുന്ന ആദ്യത്തെ പൂരം എന്ന് പറയണത് ഈ പൂരമാണ് കേട്ടോ. ഈ പൂരം കഴിഞ്ഞാലാണ് ബാക്കിയുള്ള പൂരങ്ങളൊക്കെ ഉണ്ടാവുക കേട്ടോ. ഡിസംബറിൽ സ്കൂൾ കൂട്ടൊക്കെ ആയ കാരണം ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കുന്ന പൂരം ഇത് തന്നെയാണ് കേട്ടോ. എന്തായാലും ഉണ്ണിക്കുട്ടി ഞങ്ങൾക്ക് പറഞ്ഞ വാക്ക് പാലിച്ചു കേട്ടോ. അവൻ ഞങ്ങൾക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അവൻ ഞങ്ങൾക്കൊക്കെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് തന്നു കേട്ടോ. അവനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി ആയിട്ടാ. അവ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് ബാക്കി കാശൊന്നും വാങ്ങിക്കാണ്ടോട്ട് തിരിച്ചു പോകുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങൾ വിളിച്ചിട്ട് ബാക്കി കാശൊക്കെ തന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നിട്ട് അവൻ എന്തിനാണ് എന്തോ ഡാൻസൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. ഐസ്ക്രീം കിട്ടി സന്തോഷത്തിലാന്ന് തോന്നുന്നു. അപ്പോഴേക്കും ആനകളൊക്കെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ വരുമ്പോഴേക്കും ആനകളൊക്കെ പോയിന്ന്. ആ ആനകളാണ് ഇപ്പോൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് എഴുന്നള്ളിച്ച് വരുന്നത്. പിന്നെ എല്ലാ ആനകളും നിന്നിട്ട് കൂട്ടി എഴുന്നള്ളിപ്പായിരുന്നു കേട്ടോ. നടുക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നത് ചിറക്കിൽ കാളിദാസൻ എന്ന് പറഞ്ഞ ആനയാണ് കേട്ടോ. നമുക്കെല്ലാം അറിയണ ആനയില്ലേ, ബാഹുബലി താന ആനയായിരുന്നു കേട്ടോ. നല്ല വെയിലായ കാരണം ആനയ്ക്കൊക്കെ വെയിൽ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഉച്ച തിരിഞ്ഞിട്ടാട്ടോ പൂരമൊക്കെ നിരന്നത്. അപ്പോൾ നമുക്കും വെയിലിൽ നിന്നൊക്കെ ഇത്തിരി ചൂടൊക്കെ കുറഞ്ഞ സമയത്തായ കാരണം നിൽക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. നമ്മൾ തൃശ്ശൂർക്കാരായ കൊണ്ട് പറയണ്ടല്ലോ, നമുക്ക് ആന എന്നും പൂരം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വികാരമല്ലേ. അപ്പോൾ നമ്മൾ കുറേ നേരം പൂരമൊക്കെ കണ്ട് നിന്നുട്ടാ. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു പോന്നു കേട്ടോ. എൻ്റെ മാങ്ങ എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ടോ? അപ്പം നമുക്ക് ഉണ്ണിക്കുട്ടി വീണ്ടും നമ്മൾ പൂരത്തിന് പോകണ്ടിട്ടാ ഉച്ചരിഞ്ഞിട്ട്. അപ്പോൾ ഉണ്ണിക്കുട്ടി നമുക്ക് വീണ്ടും മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. ഇല്ല ഉണ്ണിക്കുട്ടിയെ ഇനി മേടിച്ചില്ലേ? ഞങ്ങൾക്ക് അടുത്ത ട്രിപ്പ് പോകാൻ മേടിച്ചില്ലേ? ഉണ്ട് കേട്ടോ, ഞങ്ങൾക്ക് മേടിച്ചു തരട്ടോ. ഈ ചക്കന്മാരെ മേടിച്ചു തരാം മക്കളെ. ഇതൊക്കെ